അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഒരു വിമാനം നിമിഷങ്ങൾക്കകം ഒരു ഹോസ്റ്റലിൻ്റെ ടെറസിൽ വീണ് തകർന്ന് ഉണ്ടായിരുന്നവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരിച്ച ഒരു വളരെ ദാരുണമായിട്ടുള്ള സംഭവം. അതിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ. അതിനിടെ ഒരു ഇറ്റാലിയൻ പത്രം അതിനെ വളരെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലോട്ട് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റാലിയൻ പത്രം കൊറിയ ഡെല്ല സെറ എന്ന പത്രത്തിൻ്റെ പേര്. അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനകത്ത് ഇന്ധന സ്വിച്ചുകൾ ഓഫായിരുന്നു വിമാനത്തിൻ്റെ, അതുകൊണ്ടാണ് അപകടം സംഭവിച്ചത്. വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറല്ല. ഇന്ധന സ്വിച്ചുകൾ ഓഫായിരുന്നു എന്ന് പറയുമ്പോൾ ആ വിമാനത്തിൻ്റെ അല്ലെങ്കിൽ വിമാനം ഓടിക്കുന്ന പൈലറ്റുമാരുടെ ക്യാബിനിൽ, മനസ്സിലായില്ലേ, കോർപിറ്റ് എന്നതിൻ്റെ പേര്, ആ ക്യാബിനിൽ ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണത്. എനിക്ക് തോന്നുന്നു ഒരു മെയിൻ പൈലറ്റും ഒരു സഹ പൈലറ്റും 2 പേര്. അപ്പോൾ 2 പേരാണ്. ഇതിൻ്റെ ശബ്ദ സാമ്പിളുകൾ കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ശബ്ദസകലം അത് വ്യക്തമാക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇവർ. അന്ന് നമ്മൾ ഇത് വളരെ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ലല്ലോ. കാരണം ഇത് വിമാനം അപകടപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ വിമാനം അപായപ്പെടുത്തിയതാണോ? ഇത് പല ശത്രു രാജ്യങ്ങളും നമ്മളോട് ഡയറക്റ്റ് ആക്രമിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇൻഡയറക്റ്റായിട്ട് ആക്രമിച്ചതാണോ? അല്ലെങ്കിൽ എയർ ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തെ ലോകത്ത് തകർക്കുന്നതിന് വേണ്ടി അതിനോട് കടപിടിക്കുന്ന മറ്റ് പല രാജ്യങ്ങളിലെയും എയർലൈൻസുകളുടെ ഗൂഢ പദ്ധതിയാണോ എന്ന് പല വേർഷനിൽ നമ്മളിത് ചർച്ച ചെയ്തതാണ്. അതിനകത്ത് നമ്മൾ തുർക്കിയെ പലവട്ടം ഇതിൻ്റെ മെയിൻ്റനൻസ്, ഈ വിമാനത്തിൻ്റെ 787 ഡ്രീം ലൈൻ 787ൻ്റെ അല്ലെങ്കിൽ പല ഈ ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ തുർക്കി ചെയ്യുന്നു, അതിനെപ്പറ്റിയൊക്കെ പല രീതിയിൽ ആശങ്ക രേഖപ്പെടുത്തി. അതുപോലെ ഈ വിമാനം പറന്നുയർന്നപ്പോൾ തകരുന്നതിന് മുമ്പ് തന്നെ സ്ഫോടകാത്മകമായിട്ടുള്ള ഒരു ശബ്ദം കേട്ടു. ഈ വിമാനത്തിൻ്റെ പറന്നുയരുന്ന ദൃശ്യങ്ങൾ വളരെ കൃത്യമായിട്ടും അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അതിൻ്റെ അടുത്തൊരു കെട്ടിടത്തിൽ വന്നൊരുത്തും താമസിച്ചത് റേറ്റ് ചെയ്തു, അത് വെളിയിൽ വരുന്നു. അപ്പം എല്ലാം കൊണ്ടും ദുരൂഹമായിരുന്നു. അതിനകത്ത് ഒരുത്തൻ മാത്രം വെളിയിൽ ചാടുന്നു, ഓർമ്മയുണ്ടല്ലോ, രക്ഷപ്പെടുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ദുരൂഹമായിരുന്നു. അതിലേക്ക് ഇത് ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല. 3 മാസത്തിനും സുപ്രീം കോടതിയിൽ അതിൻ്റെ അന്തിമ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പം ഇതിനകത്ത് അന്ന് പ്രധാനപ്പെട്ട പൈലറ്റായിട്ടുള്ള സുമിത് സബർവാൾ, അപ്പോൾ പൈലറ്റ് ആയിരിക്കും ഇത് ചെയ്തത് എന്നുള്ള രീതിയിലേക്കാണ് സംശയത്തിൻ്റെ കൂട്ടത്തിൽ ഈ വർത്തമാനം വന്നപ്പോൾ അവരുടെ കുടുംബം അത് ഞങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ് വെളിയിൽ വന്നു. അത്തരത്തിൽ ആ കുടുംബത്തിൻ്റെ പരാതി ഒന്നുണ്ടായിരുന്നു. അത് പിന്നെ വലുതായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്ത് വന്നില്ല. ഇപ്പം ഇതിനകത്ത് ഈ റൺ എന്ന പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് എന്ന പൊസിഷനിലാണ് ഇതിരിക്കുന്നത്. മാത്രവുമല്ല ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ്, അതായത് വിമാന ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ, അത് ശബ്ദശകലങ്ങളായാലും മറ്റ് എല്ലാ രീതിയിലേക്കുള്ള സ്റ്റോറേജ്, അതിനകത്ത് പറക്കുമ്പോഴും അല്ലെങ്കിൽ പൊങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴും ഇത് വിമാനത്തിൻ്റെ ഇത്ര കാലത്തേക്ക്, എനിക്ക് തോന്നുന്നു 1 മാസത്തെ സ്റ്റോറേജ് ആണെന്ന് തോന്നുന്നു, വ്യക്തതയില്ല, എനിക്ക് അങ്ങനെ തന്നെയാണ്, 1 മാസത്തേക്ക് സ്റ്റോറേജ് ആണ് അതിനകത്ത് കാണും. അപ്പം അത് ബ്ലാക്ക് ബോക്സ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി സ്ഫോടനത്തിലൊന്നും തകരാറില്ല, വളരെ വലിയ വലിപ്പത്തിൽ നിന്ന് താഴോട്ട് വീണാൽ തകരാറില്ല, തറയിൽ വീണാൽ തകരാറില്ല, വെള്ളത്തിൽ ഇത്ര ദിവസം കിടന്നാൽ പോലും അതിന് കുഴപ്പം സംഭവിക്കുന്ന അവസ്ഥയില്ല. കാരണം അതിനകത്തൊരു ബാറ്ററി ഉണ്ട്, ആ ചിപ്പിൽ നിന്ന് അതിൻ്റെ ഇന്നടത്ത് കിടപ്പുണ്ടെന്നുള്ള സിഗ്നൽസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഈ രീതിയിലുള്ള ബ്ലാക്ക് ബോക്സുകൾ പരിശോധിച്ചാണ് ഇതിൻ്റെ കുഴപ്പം എന്തായിരുന്നു, അല്ലെ എന്താണ് സംഭവിച്ചതെന്ന് മിക്കവാറുമുള്ള വിമാന ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്നത്. ഇപ്പോൾ ബോയിങ്ങിൻ്റെ വിമാനമാണ്, അമേരിക്കയിൽ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ആൾക്കാർ അവിടെ ചെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്നു. അവരപ്പോൾ അതിൻ്റെ ഇതുവരെ അതിൻ്റെ വെളിയിൽ കോടതിയിൽ കൊടുക്കേണ്ട റിപ്പോർട്ടായതുകൊണ്ട് ഇതുവരെ അതിൻ്റെ കാര്യങ്ങൾ വെളിയിൽ വിട്ടിട്ടില്ല. അപ്പം ഇത് ഒരു പത്രം, ഔദ്യോഗിക പത്രമാണ്. ഈ പത്രം ഈ രീതിയിൽ പറയുമ്പോൾ ഇതിനകത്ത് 2 രീതി സംശയിക്കുക. ഇനിയും ഈ വിമാന കമ്പനി ബോയിങ്ങിൻ്റെ വിദേശ ഇറ്റാലിയ അതുപോലുള്ള യൂറോപ്യൻ കൺട്രീസും ഈ നമ്മുടെ അമേരിക്കയൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ സംസാരിച്ചാൽ ഇവരെല്ലാം കൂടെ വിമാനത്തിന് കുഴപ്പം വരുവാണ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു കാര്യം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഏതായാലും ഇത് ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ നമ്മൾ ഈ
പൈലറ്റ് മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ അയാളെപ്പറ്റി അന്നൊരാക്ഷേപമുണ്ട്, അയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, ആ രീതിയിലേക്ക് ഒരു ആക്ഷേപം വന്നായിരുന്നു, നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു വ്യവസായി ആത്മഹത്യ ചെയ്ത പോലെ ഇവൻ തന്നെത്താനെ വെടിവെച്ചെങ്കിൽ എത്താ പോരെ, നമ്മൾ പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും 300ഓളം ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ, വലിയ വലിയ വിമാനമായിരുന്നു. അത്രയും ആൾക്കാരെ അപകടപ്പെടുത്തിക്കൊണ്ട് വിമാനം തകർത്ത് തന്നെ ജീവിതം ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ടോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ വിമാനം തകർക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പദ്ധതി ആണെങ്കിൽ അത് ജനറലി നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ക്രിമിനൽ ഒഫൻസാണ്. അത്തരത്തിൽ ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്യുന്നതിനും ആ മാനസികാവസ്ഥയിൽ ഒരുത്തൻ എത്തിച്ചേരുന്നതിനും വേറെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വൈകല്യങ്ങൾ, ചില നമ്മൾ കണ്ടിട്ടില്ലേ, ഭീകരവാദം, തീവ്രവാദം, അല്ലെങ്കിൽ ഒരു രാജ്യത്തോടുള്ള പക ഈ രീതിയിൽ തീർക്കുന്നത്, അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ ആ രീതിയിലേക്കൊക്കെ ചിന്തിക്കേണ്ടി. ഏതായാലും ഇപ്പം ഈ വന്ന റിപ്പോർട്ട് അനുസരിച്ച് 787, ഇനി വേറൊരു വർത്തമാനം കൂടെ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് ലണ്ടനിലേക്ക് പോയ വിമാനമാണ്, പറന്നുയരുന്ന സെക്കൻഡുകൾക്കാലം മിനിറ്റുകൾക്കാവും ഈ വിമാനം തകർന്നു. ലണ്ടനിൽ നിന്ന് വന്ന ഇതേ ബോയിങ്ങിന്റെ 787 ഒരു വിമാനം ബാംഗ്ലൂർ വരുന്നപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിന്റെ കാരണം എന്താണെന്നുള്ളതിനെ പറ്റി ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതിനെപ്പറ്റി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സംഭവിക്കുന്നതാണോ, സംഭവിക്കുന്നില്ല, അതിൻ്റെ സാങ്കേതിക തകരാറാണോ എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും ഇത് കേട്ടിടത്തോളം ഇതിനകത്ത് വീണ്ടും ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ശബ്ദസ്ഖലനത്തിന് അല്ലെങ്കിൽ ഇതിനകത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈലറ്റിനോട് ചോദിക്കുന്നു ആരാണ് ഇത് സ്വിച്ച് ഓഫ് ചെയ്തത്. അന്നേരം മറ്റേ പൈലറ്റ് പറഞ്ഞ ഞാനല്ല. മനസ്സിലാവുന്നുണ്ട്. അപ്പം സ്വിച്ച് ഓഫ് ആയിരുന്നു, വിമാനം ആയിരുന്നു എന്നുള്ള കാര്യം, അതായത് ഈ വിമാനം പൊങ്ങി ആ വിമാനത്തിന്റെ നിയന്ത്രണം വിട്ടുന്ന സെക്കൻഡുകൾക്കായിരിക്കുമല്ലോ ഇത് ശ്രദ്ധിക്കപ്പെടുകയും അപ്പോഴത്തേന് അറിയാമല്ലോ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ രീതിയിലേക്കുള്ള ശബ്ദം വരുന്നുണ്ട്. ഏത് പൈലറ്റിനോടാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ളത് ഇത് വീണ്ടും വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ശബ്ദ സാമ്പിളുകളൊക്കെ പരിശോധിക്കുമ്പോൾ കിട്ടുമായിരിക്കാം. ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. ഏതായാലും ഈ രീതിയിലേക്കുള്ള റിപ്പോർട്ടും ഈ രീതിയിലേക്കുള്ള തെളിവുകളും ഈ വിമാന അപകടത്തിൻ്റെ പിറകിൽ കിട്ടിയിരിക്കുന്നു. അതായത് പൈലറ്റിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും വലിയൊരു വിമാനാപകടം, ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലേക്കൊരു വിമാനാപകടം, നമ്മൾക്കെന്നും നോവായിട്ടുള്ള ഒരു അപകടം ആണ്. ഇതിനകത്ത് വന്നേക്കുന്ന നഷ്ടം എത്ര കുടുംബങ്ങൾക്കാണ്, എത്രയോ പേര്, എന്ത് കൊടുത്താൽ തീരും, കോടി എത്ര കൊടുത്താലും തീരാത്ത രീതിയിലൊക്കെ നഷ്ടമല്ലല്ലോ. ആർക്കൊക്കെ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ മറ്റു പലരും ഒക്കെ നഷ്ടപ്പെട്ടു കാണും. അത് ഇതിൻ്റെ പുറകിൽ ഇനിയും വല്ല പദ്ധതികളും ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും 3 മാസം കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ വ്യക്തതയുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ കോടതിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അന്നേരമേ ഔദ്യോഗികമായിട്ട് നമുക്കൊരു സ്ഥിരീകരണം ഉണ്ടാകുള്ളൂ. മാത്രവുമല്ല ഈ വിഷയത്തെപ്പറ്റി നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും ഔദ്യോഗികമായിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരഭിപ്രായവും വന്നു കണ്ടിട്ടുമില്ല. അതെ, ഇത് വളരെ ദുരൂഹമായിരിക്കുന്നു. കാരണം ഇറ്റാലിയൻ പത്രം ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ കൊടുക്കാനുള്ള കാര്യം അവർക്ക് ദുരുദ്ദേശമൊന്നുമില്ല, അവർക്ക് കിട്ടിയ വാർത്തയാണ്. അതായത് ഇതിൻ്റെ 2 ലിവറുകൾ, പെട്രോൾ അല്ലെങ്കിൽ ഇന്ധനം, ഇഞ്ചിനിൽ വർക്ക് ചെയ്യാൻ അത് വേണം, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും വിമാനത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ആകാശത്ത് നിൽക്കണമെങ്കിൽ ഈ സാധനം വേണം. എയറോഡൈനാമിക് ഫോഴ്സ് കിട്ടണമെങ്കിൽ ഇതിനത് വേണം. അപ്പോൾ അങ്ങനെ ലിവർ ഓൺ ചെയ്ത് മാത്രമേ വിമാനം എടുക്കാവൂ. റൺവേ പറക്കുമ്പോഴും ഇത് ഓൺ ചെയ്തിരിക്കണം. ഓൺ ചെയ്യാതെ പോകാൻ പറ്റില്ല. കാറിന് അങ്ങനെയല്ല, സ്കൂട്ടറുകൾക്ക് അങ്ങനെ ഉണ്ട്. ഓയിൽ സ്വിച്ച് ഓൺ ചെയ്യണം, അല്ലാതെ ഒരിക്കലും സ്റ്റാർട്ട് ആവത്തില്ല, റൺ ആവത്തില്ല. ഇത് കുറച്ചു നേരം പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ തന്നെ ചിലപ്പോൾ അതിൻ്റെ എഞ്ചിനിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന പെട്രോൾ കൊണ്ട് അത് ഓടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭാഷണത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ കേട്ടത്. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ വിമാനത്തിൻ്റെ ലിവർ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരു തുള്ളി പെട്രോൾ പോലും കടക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത വിധത്തിലാണ്. അപ്പോൾ ദുരന്തമാണ്. അപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധ വേണ്ടതല്ലേ. സാധാരണഗതി പൈലറ്റുമാർ നമുക്കറിയാം, നേരത്തെ കോക്പിറ്റിനകത്ത് കയറും, അവരിതെല്ലാം പരിശോധിക്കും. അതിനു മുമ്പ് തന്നെ വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് എഞ്ചിനീയറുണ്ട്, അയാൾ വന്നിട്ട് ഇതെല്ലാം ഓക്കെ ആണോ എന്ന് പരിശോധിക്കും. അപ്പോൾ ഇവരെല്ലാം പരിശോധനയ്ക്കെല്ലാം ശേഷം മനഃപൂർവ്വം ഇത് സ്വിച്ച് ഓഫ് ചെയ്തതാവാം. ലിവർ എന്ന് പറയുന്ന ആകാശത്തിൽ നിന്ന് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം, ഓഫ് ചെയ്യാനും പറ്റാത്ത, കാരണം വലിയ ഫോഴ്സിലുണ്ടെങ്കിൽ മാത്രമേ അതിനെ തിരിക്കാൻ പറ്റൂ. അത്ര കട്ടിയുള്ളതാണെന്നാണ് പൈലറ്റുമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്ര ഒരു സംവിധാനം എയറിൽ ചെന്ന് പെട്ടെന്ന് പിടിച്ച് തിരിക്കാൻ പറ്റുന്നൊരു സംവിധാനമല്ല. അവിടെയാണ് ഈ ചോദ്യം, ഷൗട്ട് ചെയ്യുന്ന ഒരു ചോദ്യമായിട്ട് വരുന്നത്. ആരാണ് ഇത് ഓഫ് ചെയ്തത്? എന്തോ ഒരു വലിയ ചതി അതിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ആ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡിംഗ്
ഡീബോർഡിങ് കാര്യങ്ങളുടെ ഔട്ട്സോഴ്സിങ് നടത്തിയിരുന്നത് നമ്മളൊരു തുർക്കിയെ കമ്പനിക്കാണ്. അത് നമ്മുടെ ദുരൂഹത കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നു. തുർക്കി അത്ര മോശം രാജ്യം എന്നുള്ള ചതിയൻ രാഷ്ട്രമാണ്. 26 വർഷമായിട്ട് അവർ സ്വന്തം രാജ്യം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു പാർട്ടിയുടെ, അത് തൊഴിലാളി പാർട്ടിയാണ്, ആ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ് യസീദി ആയിപ്പോയതുകൊണ്ട് പിടിച്ച് നെൽസൺ മണ്ടേലയെ പോലെ പിടിച്ച് ജയിലിലിട്ടിരിക്കുക. അത് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം അവസാനിപ്പിച്ചു. അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. പ്രക്ഷോഭം അവർ അവസാനിപ്പിച്ചു. അവർ പറഞ്ഞ വാക്ക് പാലിച്ചു. പക്ഷേ തുർക്കിയെ ഇന്ന് വരെ വാക്ക് പാലിക്കാത്ത രാജ്യമാണ്. ഇന്ത്യയോട് ഒരു തരം ശത്രുതയും അസൂയയും എല്ലാം ഉള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ വകയായിട്ടാണോ ഇതെന്നുള്ളത് നമ്മൾ സംശയിക്കണം. കാരണം മറ്റവരെല്ലാം 2 കോ പൈലറ്റും മരിച്ചു, പൈലറ്റും മരിച്ചു. ഇനി അവരോട് ചോദിക്കാൻ പറ്റില്ല. ബ്ലാക്ക് ബോക്സ് ഏതവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അതിൻ്റെ ഫാക്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യതയും അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്കിപ്പോൾ ബോധ്യമാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു ഓയിൽ കിട്ടാനുള്ള ലിവർ. അതിൻ്റെ ഓഫ് പൊസിഷനിലായിരുന്നു, ഓൺ പൊസിഷനിലായിരുന്നില്ല. അപ്പോൾ വിമാനം തകരാതിരിക്കാൻ യാതൊരു കാര്യവും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അത് കത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. വലിയ ചൂടിലാണല്ലോ ഇത് പോകുന്നത്. ആ റൺവേ ഓടുമ്പോൾ തന്നെ വലിയ ഹീറ്റ് ഇത് ആർജിക്കും. അപ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊപ്പല്ലറും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ആ തണുപ്പൊന്നും ഉണ്ടായില്ല. വലിയ ചൂടിൽ അത് ഹീറ്റായി അതിൻ്റെ യന്ത്രഭാഗങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലായി. ഒരൊറ്റ നിമിഷം മതി ഇതെല്ലാം സംഭവിക്കാൻ വേണ്ടിയിട്ട്. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്ക് ശ്രേണീബദ്ധമായിട്ടൊരു ഗൂഢാലോചനയായിരിക്കും. പിന്നെ ഒരു കാര്യം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇയാൾ വളരെ ഡിപ്രസ്ഡ് അവസ്ഥയിലായിരുന്നു. നമുക്ക് സാധ്യതകൾ മാത്രമേ പറ്റൂ. ആ ഡിപ്രസ്ഡ് അവസ്ഥയിലാവുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന മനഃപൂർവ്വമായുള്ള അങ്ങനെ ചെയ്യുകയോ വെടിവെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. ഈ ഡിപ്രഷനായി കഴിയുമ്പോൾ ഉറക്കം അങ്ങ് നഷ്ടപ്പെടും. ഉറക്കം പോയി കഴിയുമ്പോൾ എന്ത് പോകും? നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങ് പോകും. ഈ പൈലറ്റ് പണി എന്ന് പറയുന്നത് വളരെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ജോലിയാണ്. അതുകൊണ്ടാണല്ലോ മാസങ്ങളെടുത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇത് പഠിക്കേണ്ടി വരുന്നത്. കാരണം ഇവൻ്റെ കയ്യിലാണ് നമ്മുടെ ജീവൻ ഇരിക്കുന്നത്. അങ്ങനെയുള്ളവരിൽ നമ്മുടെ കോൺസെൻട്രേഷനും ഫോക്കസിങ്ങും പോയി കഴിഞ്ഞാൽ അവിടെ തീർന്നു. വിമാനത്തിൻ്റെ സുരക്ഷിതത്വം അവിടെ തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം, പണക്കുറവ് കൊണ്ടൊന്നും അല്ലേ ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ ആഡംബരത്തോടും സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പൈലറ്റുമാരായാലും ശരി, റിയൽട്ടർമാരായാലും ശരി. പക്ഷേ അവർക്കും വരാം ഈ ഡിപ്രഷൻ. ജീവിതത്തിൽ ഒരു തലച്ചോറ് സ്തംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വിമാനം സ്തംഭിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, വീട്ടുകാരുണ്ടാൻ പൈലറ്റിൻ്റെ കുറ്റപ്പമാണ് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയുന്നത് വീട്ടുകാരല്ല അത് തീരുമാനിക്കേണ്ടത്. അത് അന്വേഷിക്കുന്ന ഏജൻസിയാണ് തീരുമാനിക്കേണ്ടത്. GCDA ആണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ GCDA ഇപ്പോൾ പുതുതായിട്ട് ഈ ചാർട്ടേഡ് വിമാനങ്ങൾ നമ്മൾ പരിശോധിക്കില്ലായിരുന്നു. ഇപ്പോൾ ചാർട്ടേഡ് വിമാനങ്ങൾക്കും പരിശോധന നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കാവൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ഇപ്പോൾ ഉഡായൻ പദ്ധതി മൂലം നമ്മുടെ ആകാശത്തുണ്ട്. ഓരോന്നിൻ്റെ ഓരോ സ്വിച്ച് ഇപ്പോൾ GCDA ചെയർമാൻ ചെന്ന് പരിശോധിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു സിസ്റ്റം വിമാന കമ്പനികൾ തന്നെ കംപ്ലൈൻറ്റ് ചെയ്യണം. അതില്ലെന്നുണ്ടെങ്കിൽ ആ ആളുകളുടെ ജീവനാണ് സുരക്ഷിതമല്ലാതായിത്തീരുന്നത്. പിന്നെ നടപടി എടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഉത്തരവാദിത്വം ഇത് നടത്തുന്ന കമ്പനികൾക്കുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അവരെ നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഈ മന്ത്രാലയത്തിനുമുണ്ട്, വ്യോമഗതാഗത മന്ത്രാലയത്തിനുമുണ്ട്. അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് GCDA. അത് ശരിയായിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. ഇത് കുറ്റം പൈലറ്റിൻ്റെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ പൈലറ്റിനെ നിയോഗിച്ച ഏവിയേഷന് അതിൻ്റേതായിട്ടുള്ള ശിക്ഷ നൽകുക തന്നെ വേണം. അങ്ങനെ മാത്രമേ ഒരു കുറ്റമറ്റ സുരക്ഷിതമായിട്ടുള്ള വിമാനയാത്ര നമുക്ക് നമ്മുടെ പൗരന്മാർക്ക് ഉറപ്പാക്കാൻ സാധിക്കും.